നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം ഇടിഞ്ഞു വീണുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. കെട്ടിടത്തിൽ കുടുങ്ങിയ സ്ത്രീയാണ് മരിച്ചത്. കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നാണ് രക്ഷാപ്രവർത്തകർ ഈ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയത്. അപകടത്തിന് ശേഷം തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദുവിനെ കാണാതായതായി ഭർത്താവ് നേരത്തെ പറഞ്ഞിരുന്നു. 14-ാം വാർഡിലെ ശുചിമുറിയിൽ കുളിക്കാനായി ബിന്ദു പോയതായി ഭർത്താവ് വിവരമുണ്ടായിരുന്നു. ഇവരുടെ മകൾ ട്രോമ കെയറിൽ ചികിത്സയിലായിരുന്നു. മകളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് വിശ്രുതനും തലയോലപ്പറമ്പ് സ്വദേശി വിശ്രുതനും ഭാര്യ ബിന്ദുവും കോട്ടയം മെഡിക്കൽ കോളേജിലെത്തിയത്. 2.5 മണിക്കൂറാണ് ഈ 2.5 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിന് ശേഷമാണ് ബിന്ദുവിൻ്റെ മൃതദേഹം കണ്ടെത്തിയത്. രക്ഷാപ്രവർത്തനം തുടങ്ങാൻ വൈകിയത് തിരിച്ചടിയായി. ഇതേ തുടർന്ന് വലിയ പ്രതിഷേധം അവിടെ ഉണ്ടായി. ഇതോടെ അടച്ച കെട്ടിടമാണ് ഇടിഞ്ഞു വീണതെന്ന ആരോഗ്യമന്ത്രിയുടെ വാദം പൊളിഞ്ഞു. മന്ത്രിയെ തള്ളി ഡോക്ടർ നേരത്തെ തന്നെ രംഗത്ത് വന്നിരുന്നു. കെട്ടിടത്തിൽ ആളുകൾ ഉണ്ടായിരുന്നതായും ശുചിമുറി മാത്രമാണ് അടച്ചിരുന്നതെന്നുമായിരുന്നു ഡോക്ടറുടെ പ്രതികരണം. എന്താ ഡോക്ടറെ അന്നേരം ഉണ്ടായത്? എന്താ കേട്ടത്? ഞാൻ അപ്പുറത്ത് 3-ാം വാർഡിൽ ഡ്യൂട്ടിയിലായിരുന്നു. ശബ്ദം കേട്ട് ഓടി വന്നതാണ്. ഞാൻ വന്നപ്പോഴത്തേക്ക് ബിൽഡിംഗ് താഴെ പതിച്ചിരിക്കുന്നതാണ് കണ്ടത്. ആൾക്കാരെ ഉണ്ടായിരുന്നവരെ കാഷ്വാലിറ്റിയോട്ട് മാറ്റിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും ഉണ്ടോയെന്നറിയില്ല. അപ്പം റെസ്ക്യൂ എഫേർട്സ് തീരുന്നവരെ ഞങ്ങൾ കുറച്ച് പേര് ഇവിടെയൊക്കെ തന്നെ കാണും. വലിയ ശബ്ദമൊക്കെ ഉണ്ടായിരുന്നു? എന്തായാലും ഭയങ്കര ശബ്ദമായിരുന്നു. ഈ വാർഡിലുള്ള ഞങ്ങളുടെ സ്റ്റാഫൊക്കെ ശരിക്കും ഭയങ്കരമായിട്ട് വരണ്ടു. ഞാൻ ഈ അപ്പുറത്തെ ബിൽഡിങ്ങിന് അങ്ങേ അറ്റത്താണ്. അവിടം വരെ കേൾക്കായിരുന്നു. അപ്പോൾ പിന്നെ അതിൻ്റെ വലിപ്പം മനസ്സിലാക്കാവുന്നല്ലേ ഉള്ളൂ. ഇവിടെ ആള് ഒഴിപ്പിച്ച വാർഡ് തന്നെയാണല്ലേ നിങ്ങൾക്ക്? വാർഡ് ഒഴിപ്പിച്ചിട്ടില്ല. വാർഡിൽ ആളുണ്ട്, പക്ഷെ ബാത്റൂംസ് ക്ലോസ്ഡ് ആണ്. അപ്പോൾ അവിടെ കയറും. മുകളിൽ 10-ലെ ബാത്റൂമിലെല്ലാം കയറിയാലേ ഉള്ളൂ. 11-ന്റെയും 14-ന്റെയും ബാത്റൂംസ് അടച്ചിട്ടേക്കാണ്. അതിനുള്ളിൽ വാർഡ് ഭാഗത്ത് ആള് പക്ഷേ ഉള്ളതാ? വാർഡ്സ് ഫുള്ളാണ്. ഇതുവരെ ഞങ്ങളുടെ വാർഡ്സിൽ നിന്ന് ഷിഫ്റ്റിംഗ് നടക്കുന്നതല്ലേ ഉള്ളൂ. പുതിയ ബിൽഡിംഗ് കമ്മീഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടെ എല്ലാം ആവാതെ നമുക്ക് പേഷ്യൻസിനെ അങ്ങോട്ട് മാറ്റാൻ പറ്റില്ലല്ലോ. വാർഡ്സിൽ ആളുണ്ട്. ഇപ്പം നിലവിലെ അപകടം ഈ ബാത്റൂം ഭാഗത്ത് മാത്രമാണ്? നിലവിൽ ഈ അപകടം ഈ ബാത്റൂം ഭാഗത്ത് മാത്രമേ ഉള്ളൂ. അതിന് ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. കാരണം അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിരുന്നെങ്കിൽ ഇതുപോലല്ല. പേഷ്യൻസ് ഒത്തിരി ഉള്ള ഒരു ബിൽഡിംഗ് ആണ്. ഇത് ഓർത്തോ പേഷ്യൻസ് ആണോ ഈ വാർഡിലുള്ളത്? കൂടെ ഇത് സർജിക്കൽ ബ്ലോക്ക് ആണ്. അപ്പം ഓർത്തോയും സർജറിയും ഉള്ള പേഷ്യൻസ് ആണ്. പ്രീ ഓപ്പും പോസ്റ്റ് ഓപ്പും കിടപ്പുണ്ട്. നിലവിൽ ഈ പരിക്ക് പറ്റിയവരുടെ സ്ഥിതി എന്തെങ്കിലും അറിയോ? കാഷ്വാലിറ്റിയിലാണ്, കുഴപ്പമില്ല എന്നാണ് കിട്ടിയിരിക്കുന്ന വിവരം. മുഖ്യമന്ത്രിയുടെ അവലോകന യോഗം കോട്ടയത്ത് നടക്കുമ്പോഴാണ് ഈ അപകടം നടന്നത്. അതിനിടെ കെട്ടിടം തകർന്നു വീണ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചാണ്ടി ഉമ്മൻ MLAയുടെ നേതൃത്വത്തിൽ പ്രതിഷേധിക്കുകയാണ്. രക്ഷാപ്രവർത്തനം വൈകിയെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. എങ്ങനെയാണ് താങ്കൾ? അതിപ്പം നിങ്ങൾ അങ്ങോട്ടൊന്ന് കയറിയാൽ മാത്രം മതിയല്ലോ. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോഴും ആൾക്കാർ അവിടെ ഉണ്ട്. ഈ 3 നിലയിലും ആളുണ്ട്. ഇത് 3 നിലയുടെയും ബാത്റൂം ഇതല്ലേ. അവർ ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത്രയും ഒരു വിശ്വാസത്തെ പോട്ടെ, അവർ പറയുന്നു വേണ്ടേ നമുക്ക് അംഗീകരിക്കാമെന്ന് വെച്ചു. പക്ഷേ ഇതൊന്നും പൊളിച്ച് മാറ്റുവാൻ, എന്നിട്ട് ഓൾട്ടർനേറ്റീവ് ഒരു സിസ്റ്റം ഉണ്ടാക്കുവാനുള്ള ഉത്തരവാദിത്തം മെഡിക്കൽ കോളേജിലല്ലേ. അപ്പോൾ ഇവരുടെ ഒരു ജീവന് ഒരു എന്തെങ്കിലും അപകടം പറ്റിയിരുന്നെങ്കിൽ ആരും ഉത്തരം പറയും? നമുക്ക് ഇപ്പോഴും ഇത് ക്ലിയർ ചെയ്യാനുള്ള നടപടി വേഗത്തിലല്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇതിപ്പോഴും ക്ലിയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇത്രയും നേരമായിട്ടൊരു വണ്ടി വരാൻ സാധിക്കുന്നുണ്ടോ? അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ എമർജൻസി പ്രൊവിഷൻസ് അനുസരിച്ച് ഇതേപോലത്തെ വണ്ടികൾ കയറി വരാനുള്ള സാഹചര്യം ഒരുക്കണമെന്നുള്ളതാണ്. പക്ഷെ അത് ഇവിടെ ഒരുക്കിയിട്ടില്ല. കാരണം എല്ലാം കെട്ടിയടിച്ച് വെച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും ഇതൊരു വളരെ കൺസേണിങ് ആയിട്ടുള്ള കാര്യം. കാരണം ഇവിടെ സാധാരണക്കാരൻ വരുന്ന സ്ഥലത്ത് അത് ഇത്രയും സേഫ്റ്റി ഉള്ളൂ എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരു ഭയപ്പെടുന്ന ഒരു സാഹചര്യമാണ്. ജി ശ്രീജിത്ത് ചേരുന്നുണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഏറെ നടുക്കമുണ്ടാക്കിയ സംഭവമാണിത്. മാത്രമല്ല രക്ഷാപ്രവർത്തനം വൈകിയെന്ന ആക്ഷേപം ഉയരുന്നുണ്ട്. പ്രതിപക്ഷം വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നു. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ആരുടെ ഭാഗത്താണ് വീഴ്ച ഉണ്ടായത്? വീഴ്ചകൾ തീർച്ചയായും പരിശോധിക്കപ്പെടേണ്ടതാണ്. ഒന്നാമത് സർക്കാരിൻ്റെ ഉൾപ്പെടെ ശ്രദ്ധയിലുള്ള ഒരു വിഷയമാണ് ഈ കെട്ടിടത്തിന് അപകട സാധ്യതയുണ്ടെന്ന്. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. പക്ഷേ ആ കെട്ടിടത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായി വരുന്നതേ ഉള്ളൂ. അതിനിടയിൽ തന്നെയും ഈ വാർഡ് ഒഴിപ്പിച്ചതാണ് എന്ന വാദമാണ് ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇവിടെ വന്ന് നടത്തിയത്. പക്ഷേ ആ വാദം ശരിയല്ല എന്ന് ഇവിടെയുള്ള സുവാൻ സക്കറിയെ പോലെയുള്ള ഡോക്ടർമാർ നമ്മളോട് സംസാരിച്ചപ്പോൾ വ്യക്തമാകുകയും ചെയ്തു. അതായത്
ഇതൊരു അപകട നിലയിലുള്ള കെട്ടിടമാണ് എന്ന് പറയുന്നു. വാർഡ് ഉൾപ്പെടെ പ്രവർത്തിച്ചിരുന്നില്ല എന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി പറയുമ്പോൾ വാർഡ് പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ് ആ ഡോക്ടറുടെ വാക്കുകളിൽ നിന്ന് നമ്മൾ വിശ്വസിക്കേണ്ടത്. മാത്രമല്ല, ഇവിടെ നേരിട്ടെത്തി കണ്ടാൽ തന്നെ മനസ്സിലാകുന്ന സാഹചര്യം അതുതന്നെയാണ്. എന്തായാലും ആരോഗ്യവകുപ്പ് ഒരു പരിധിവരെ കഴുകാനുള്ള സാധ്യത തന്നെയാണുള്ളത്. കാരണം അവർ ചൂണ്ടിക്കാണിക്കുന്നത് മാറ്റാൻ നിർദ്ദേശം നൽകിയിരുന്നു എന്നൊക്കെയാണ് പിന്നീട് പറയുന്നത്. എന്തായാലും മാറ്റാൻ നിർദ്ദേശം നൽകിയാൽ പുതിയൊരു സംവിധാനം ഉണ്ടാകണം. ആ സംവിധാനം പൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് അങ്ങോട്ട് മാറ്റാൻ കഴിയുന്ന സാഹചര്യമല്ല. ഇങ്ങനെയൊക്കെയുള്ള പല പല വാദങ്ങളായിരിക്കും ഇനി ഉണ്ടാകാൻ പോകുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ഈ ബാത്റൂമുകൾ ക്ലോസ് ചെയ്ത നിലയിലായിരുന്നു എന്നാണ് നേരത്തെ സംസാരിച്ച ഡോക്ടർ അടക്കം ചൂണ്ടിക്കാട്ടി. പക്ഷേ ഈ ബാത്റൂമുകൾ പ്രവർത്തിച്ചിരുന്നു. അതുകൊണ്ടാണ് മറ്റൊരു ബാത്റൂമിൽ നിന്ന് പോലും ഇവിടെ എത്തി ഈ ബിന്ദുവിനെ പോലെയുള്ള ആളുകൾ ഇത് കുളിക്കുന്നതിനും മറ്റും ഇവിടേക്ക് എത്തിയിരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ആ ഒരു ഘട്ടത്തിലാണ് ഈ ഒരു അപകടം ഉണ്ടാകുകയും ചെയ്തത്. എന്തായാലും തുടക്കത്തിൽ രണ്ടുപേർ, ഒരു കുട്ടി ഉൾപ്പെടെയുള്ളവർ ഇതിൽ രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് സംഭവിച്ചത് അങ്ങനെയല്ല. പിന്നീട് ഏറെ നേരം 2 മണിക്കൂർ വൈകിയ ശേഷമാണ് ഈ ഹിറ്റാച്ചി ഇതിനുള്ളിലേക്ക് എത്താൻ കഴിഞ്ഞത്. അത് നമുക്ക് ഇപ്പോഴത്തെ സർക്കാരിൻ്റെയോ ഭരണ സംവിധാനങ്ങളുടെയോ ഒരു കുഴപ്പമായി പറയാൻ കഴിയില്ല. ഇത് ഉണ്ടാക്കിയ കാലം മുതൽ ഇതിങ്ങനെയാണ്. ഇതൊരു ചത്വരം പോലെയാണ്. അതായത് നമ്മുടെ ഫയർ ഓഡിറ്റിംഗ് സംവിധാനമൊക്കെ പരിഷ്കരിച്ച ശേഷമായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെയുള്ള കെട്ടിടമാണെങ്കിൽ ഒരുപക്ഷെ ചിലപ്പോൾ അനുമതി നൽകാൻ പോലുമുള്ള സാധ്യതയില്ല. കാരണം ഇതിന് ഉൾഭാഗത്ത് ഒരു ദുരന്തമുണ്ടായാൽ, ഇപ്പോൾ ഉണ്ടായതുപോലുള്ള ഒരു ദുരന്തമുണ്ടായാൽ വന്നൊരു രക്ഷാപ്രവർത്തനം സാധ്യമല്ല. കാരണം ഒരു ഹിറ്റാച്ചി തന്നെ ഇവിടെ എത്തിയത്, ആദ്യത്തെ ഹിറ്റാച്ചി എത്തിയത് തന്നെ ഇതിൻ്റെ പല ഭാഗങ്ങളും പൊളിച്ചുകൊണ്ടാണ്. ഇതിൻ്റെ വരാന്തയിലൂടെ, ആശുപത്രി വരാന്തയ്ക്കുള്ളിലൂടെ ഈ ഹിറ്റാച്ചി ഇങ്ങനെ പോകുന്ന കാഴ്ച ഒരുപക്ഷെ അപൂർവ കാഴ്ചയായിരിക്കാം. അത് ഈ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി വന്നു എന്നുള്ളതാണ്. അങ്ങനെ എത്തി ഇതിൻ്റെ അരമതിലൊക്കെ പൊളിച്ചുകൊണ്ടാണ് ഹിറ്റാച്ചികൾ ഇവിടേക്ക് കടന്നു വന്നത്. അങ്ങനെ നോക്കുമ്പോൾ മുൻപ് മുതൽ തന്നെ ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ട സാഹചര്യമുണ്ട്. ഇങ്ങനെയുള്ള കെട്ടിടങ്ങൾ ഇത്തരം സ്ഥലങ്ങളിൽ ഉണ്ടാകുക എന്നുള്ളത് അത് എത്രത്തോളം ഗുരുതരമാണ് എന്നുകൂടി മനസ്സിലാക്കേണ്ടതാണ്. ഇനി ഏതെങ്കിലും സ്ഥലത്ത് ഇത്തരം കെട്ടിടങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത്തരം സംവിധാനങ്ങളിലൊക്കെ ഫയർ ഓഡിറ്റും മറ്റും നടത്തേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു തീപിടുത്തമാണെങ്കിൽ പോലും ഇവിടേക്കൊരു ഫയർ എഞ്ചിനോ അങ്ങനെ എന്തെങ്കിലും ഒരു ഫയർഫോഴ്സ് വാഹനം എത്താൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത്. അങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അതുകൊണ്ട് തന്നെ ഈ ദുരന്തം പലതരത്തിലേക്കും കണ്ണു തുറപ്പിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ഇങ്ങനെ ഒരു കെട്ടിടം എങ്ങനെ രൂപപ്പെട്ടു എന്നത് സംബന്ധിച്ച്, അടച്ച് കൂട്ടിവെക്കുന്ന ഒരു കെട്ടിടം എങ്ങനെ ഉണ്ടായി എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ കൂടി ഫലത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. എന്തായാലും ഒരാളുടെ മരണമുണ്ടായി എന്നുള്ളതാണ് ഇതിൻ്റെ ആത്യന്തികമായ ഒരു ദുരന്തമായി മാറുന്നത്. 2 പേർക്ക് ഗുരുതരമായ പരിക്ക് പറ്റി എന്നുള്ളതാണ്. മാത്രമല്ല, ആദ്യഘട്ടത്തിൽ ഇത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമുണ്ട്. ഇത് ഒഴിച്ച വാർഡാണ് എന്ന തരത്തിലുള്ള പ്രതികരണം പോലും വന്നത് വളരെ പ്രധാനപ്പെട്ടതായി എടുത്ത് കാണേണ്ടതാണ്. എന്തായാലും ഒരു കാര്യം എടുത്ത് കാണേണ്ടത്, ഇവിടെ രക്ഷാപ്രവർത്തനം ഏതാണ്ട് അന്തിമ ഘട്ടത്തിലേക്ക് എത്തിക്കുന്നു. ടോം, ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ആശ്വാസകരമായ ഒരു വാർത്ത, നിലവിൽ ഇതിനുള്ളിൽ തീർച്ചയായും ശ്രീജിത്ത്, നമുക്കറിയാം ഈ ആരോഗ്യവകുപ്പിന് ഭാഗത്ത് എന്ത് വീഴ്ച ഉണ്ടായാലും അതിനെ ന്യായീകരിക്കുന്ന ഒരു മന്ത്രിയെ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനപ്പുറം അവരുടെ തെറ്റ്, അവരുടെ വീഴ്ച ഉണ്ടായി എന്ന് ഒരു കാരണവശാലും അവർ സമ്മതിക്കാറില്ല. ഇവിടെയും ഇത്രയും വലിയൊരു അനാസ്ഥ ഉണ്ടായിട്ട് ഒരു മനുഷ്യജീവൻ പൊലിഞ്ഞിട്ട് പോലും ഇതേ രീതിയിലുള്ള ന്യായീകരണം നടത്തുന്നു. ഇവിടെ ഒരു വീഴ്ച സംഭവിച്ചത് ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ, അതോ ആശുപത്രിയുടെ ഭാഗത്താണോ? അതായത് ഈ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ഭാഗത്താണോ വീഴ്ച ഉണ്ടായത്? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം? ആരോഗ്യമന്ത്രി സംഭവത്തിന് ശേഷം, അതായത് ഈ ബിന്ദു എന്ന സ്ത്രീ അവരുടെ മരണവാർത്ത അറിഞ്ഞ ശേഷം മന്ത്രിയുടെ പ്രതികരണം ലഭ്യമായിരുന്നു? ലഭ്യമല്ല. നിലവിൽ അവർ ഇവിടെയില്ല. ഈ ആശുപത്രിയുടെ ഈ അപകടം നടക്കുന്ന സ്ഥലത്ത് മാത്രമാണ് നമ്മൾ ഉള്ളത്. ടോം, മറ്റ് ഭാഗങ്ങളിൽ എവിടെയെങ്കിലും അവരുണ്ടോ എന്നത് വ്യക്തമല്ല. ഈ മരണം, ഈ രോഗിയുടെ ഈ മരിച്ച ബിന്ദുവിൻ്റെ മൃതദേഹം എത്തിച്ച സ്ഥലത്തേക്ക് അവരെ കൊണ്ടുവന്നു എന്നത് വ്യക്തമല്ല. എന്തായാലും നിലവിലിവിടെ സുരക്ഷാ പ്രവർത്തനം നടത്തുന്നു എന്നുള്ളിടത്ത് തന്നെയാണ്. അവിടെയാണ് ഏറ്റവും പ്രധാനമായ ആകാംക്ഷകളും ഒരു ആശങ്കകളും ഒക്കെ നിൽക്കുന്നത്. ഈ കെട്ടിടത്തിൻ്റെ ബാക്കി ഭാഗം ഇങ്ങനെ നിൽക്കുകയാണ്. അത് ഏതെങ്കിലും ഘട്ടത്തിൽ
തകർന്നു വീഴുമോ എന്ന ആശങ്കയോടുകൂടിയാണ് ഇവിടെ രക്ഷാപ്രവർത്തനം നടക്കുകയും ചെയ്യുന്നത്. ഒരു കാര്യമുള്ളത് ടോം, കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇത്തരം ന്യായീകരണങ്ങൾ നടത്തിയെങ്കിലും ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഉന്നയിച്ച ആരോപണങ്ങൾ സിസ്റ്റത്തിന് പിഴവുണ്ട് എന്ന് ഇതാദ്യമായി ആരോഗ്യമന്ത്രി തുറന്നു പറഞ്ഞ ആഴ്ച കൂടിയാണ് കടന്നു പോകുന്നത്. ആ സിസ്റ്റത്തിൻ്റെ പിഴവ് കേവലം അവിടെ മാത്രമല്ല, ഇത്തരം സംവിധാനങ്ങളിൽ കൂടി ഉണ്ട് എന്നുകൂടി ഫലത്തിൽ മനസ്സിലാക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. ഇതിനുശേഷം എങ്ങനെയായിരിക്കും അക്കാര്യത്തിലൊരു പ്രതികരണം ഉണ്ടാകുക എന്നൊക്കെയുള്ളത് തീർച്ചയായും കാണേണ്ടതാണ്. ഇവിടെ എന്തായാലും നിരവധി ആളുകൾ തടിച്ചുകൂടിയിട്ടുണ്ട്. ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ തടിച്ചുകൂടിയ ഒരു സാഹചര്യമാണുള്ളത്. ചാണ്ടിയുമ്മൻ MLA പോലുള്ളവരൊക്കെ പല ഘട്ടത്തിൽ മാധ്യമങ്ങളോട് പ്രതിഷേധിക്കുകയും പലതരം പ്രതികരണങ്ങൾ നടത്തുകയൊക്കെ ചെയ്തു. സ്ഥലം MP ഫ്രാൻസിസ് ജോർജ് എത്തിയിരുന്നു. അങ്ങനെ പലരും എത്തി. വിവിധ കേരള കോൺഗ്രസിൻ്റെ മോൻസ് ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കൾ, കോൺഗ്രസ് നേതാവ് KC ജോസഫ് ഉൾപ്പെടെ